ഞാനിപ്പോൾ മുംബൈ എയർപോർട്ടിലാണ്. മുംബൈയിലെ ഛത്രപതി ശിവജി ഇന്റർനാഷണൽ എയർപോർട്ടിൽ. പക്ഷേ ഇത് ഇന്റർനാഷണൽ ടെർമിനൽ അല്ല, ടെർമിനൽ 2 എന്നറിയപ്പെടുന്ന ഡൊമസ്റ്റിക് ടെർമിനലാണ്. ഈ ടെർമിനലിലൂടെ ഞാൻ അപൂർവമായേ കടന്നു പോയിട്ടുള്ളൂ. ഐ ലവ് മുംബൈ എന്നൊക്കെ എഴുതിയ ചില സസ്യ അലങ്കാരങ്ങൾ. ഇന്റർനാഷണൽ ടെർമിനലിന്റെ അത്ര പകിട്ടില്ലെങ്കിലും ഇതും ഗംഭീരമായ ടെർമിനൽ തന്നെയാണ്. നേരം പുലർച്ചെ 1 മണി കഴിഞ്ഞിരിക്കുന്നു. കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട് രാത്രി 12 മണിയോടെയാണ് ഞാൻ ഇവിടെ വന്നിറങ്ങിയത്. ഇനി ഇവിടെ നിന്നും അതിരാവിലെയുള്ള ഒരു ഫ്ലൈറ്റിൽ ബറോഡയിലേക്ക് പോകണം. ഈ 1 മണി കഴിഞ്ഞ നേരത്ത് ടെർമിനൽ ഏതാണ്ട് വിജനമാണ്. കുറെ ഷോപ്പുകളുണ്ട്, ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ ഷോറൂമുകളുമുണ്ട്. പക്ഷേ അവിടെയൊന്നും ആളുകളില്ല, കച്ചവടക്കാരെയും കാണുന്നില്ല. ഈ സമയത്ത് ഇവിടുത്തെ കടകൾ കച്ചവടം പ്രതീക്ഷിക്കുന്നുമില്ല. ഫുഡ് കോർട്ടുകളിലെ ചില സ്റ്റാളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ബിയർ കടകൾ, സ്നാക്സും മറ്റും ലഭിക്കുന്ന കടകൾ, സ്വീറ്റ് ഷോപ്പുകൾ എന്നിവയിലൊക്കെയാണ് അല്പമെങ്കിലും ആളുകളുള്ളത്. വലിയ തിരക്കില്ലാത്തതിനാൽ ഞാൻ അങ്ങനെ കാഴ്ചകൾ കണ്ട് നടക്കുകയാണ്. പുലർച്ചെ 5:15-നാണ് എനിക്കുള്ള ഫ്ലൈറ്റ്. 4:30 ആകുമ്പോഴേ ബോർഡിംഗ് തുടങ്ങുകയുള്ളൂ. അതുവരെ അവിടെയും ഇവിടെയുമൊക്കെ പോയിരുന്ന് സമയം ചെലവഴിക്കണം. മെയിൻ ഹാളിൽ നിന്നും ഞാൻ ഗേറ്റുകളുള്ള ഭാഗത്തേക്ക് ഇറങ്ങി. 45C എന്ന ഗേറ്റിൽ നിന്നുമാണ് ബറോഡയ്ക്കുള്ള വിമാനം പുറപ്പെടുക. ഈ എയർപോർട്ടിന്റെ ഒരു പ്രത്യേകത ഇതാണ്. മോസ്റ്റ് മോഡേൺ ആണെങ്കിലും ഇന്ത്യയുടെ പൈതൃകത്തിന്റെ ചിഹ്നങ്ങൾ ഒരു ഭാഗത്ത് വളരെ മനോഹരമായി ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ചും മഹാരാഷ്ട്രയുടെ ഉൾനാടുകളിൽ നിന്നുള്ള പഴയ നിർമ്മിതികൾ. തണ്ണീർപ്പന്തലിലെ കൽപീഠവും മൺകുടങ്ങളും മുതൽ പല പല വസ്തുക്കൾ. ഇന്ത്യൻ ആർട്ടിന്റെയും ആർക്കിടെക്ചറിന്റെയും മ്യൂസിയം എന്ന ഒരു വിശേഷണം തന്നെയുണ്ട് ഈ ടെർമിനലിന്. ലോകത്ത് ഇത്തരത്തിൽ പാരമ്പര്യ വാസ്തുവിദ്യയെ പ്രദർശിപ്പിക്കുന്ന ഏറ്റവും വലിയ വിമാനത്താവള ടെർമിനൽ ഇതാണ്. ആധുനികമായ എയർപോർട്ടിനെ ഇന്ത്യയുടെ പൈതൃകവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കാഴ്ച. ആധുനികമായ ഒരു എയർപോർട്ടിന്റെ അകമാണെന്ന് തോന്നാത്ത വിധത്തിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. ഈ എയർപോർട്ടിൽ ഇന്റർനാഷണൽ ടെർമിനലിന്റെയും ഒരു ഭാഗത്ത് ഈ വിധം പുരാവസ്തുക്കൾ ഒരുക്കി വച്ചിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഇന്ത്യൻ പൈതൃകമാണ് എന്നാണ് പറയുന്നതെങ്കിലും കൂടുതലായി മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിലെ പഴയ വാസ്തുവിദ്യകളാണ് ഇവിടെ കാണാനാവുക. തകർന്നുപോയതും പൊളിക്കാൻ തീരുമാനിച്ചതുമായ കെട്ടിടഭാഗങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയായിരുന്നു. അമേരിക്കൻ ആർക്കിടെക്ചറൽ അർബൻ പ്ലാനിംഗ് എഞ്ചിനീയറിംഗ് കമ്പനിയായ സ്ക്വിഡ്മോർ ഓവിങ്സ് ആൻഡ് മെറിൽ ആണ് ഈ ടെർമിനൽ 2 ബിൽഡിംഗ് ഡിസൈൻ ചെയ്തത്. ലാർസൻ ആൻഡ് ടൂബ്രോ കമ്പനിക്കായിരുന്നു നിർമ്മാണ ചുമതല. തങ്ങളുടെ ഡിസൈനിങ്ങിൽ അതാത് പ്രദേശത്തെ പാരമ്പര്യത്തനിമ ഉപയോഗപ്പെടുത്തുന്നതിൽ വിദഗ്ധരാണ് SOM എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സ്ക്വിഡ്മോർ ഓവിങ്സ് ആൻഡ് മെറിൽ കമ്പനി. ടെർമിനലിന്റെ ഈയൊരു ഭാഗം മാത്രമല്ല, പൂർണ്ണമായും ആധുനികമായ ഭാഗവും ഡിസൈൻ ചെയ്തിരിക്കുന്നത് SOM തന്നെയാണ്. സ്റ്റീലും കോൺക്രീറ്റും ചേർന്ന ഒരു മോഡേൺ നിർമ്മിതിയിൽ എങ്ങനെ പൈതൃകത്തെ സമന്വയിപ്പിക്കാമെന്നാണ് അവർ ഇവിടെ കാണിച്ചു തരുന്നത്. ഗേറ്റുകളുള്ള ഭാഗത്തെ കാത്തിരിപ്പ് സ്ഥലത്ത് കുറേ ആളുകളുണ്ട്. പല ഫ്ലൈറ്റുകളിൽ പോകേണ്ടവർ ഉറക്കം തൂങ്ങിയും മറ്റും ഇരിക്കുന്നു. ഞാനൊരു ഹിന്ദുസ്ഥാൻ ടൈംസ് പത്രവും ഒരു ചായയുമായി ഒരിടത്തിരുന്നു. പത്രം വായിച്ചും കാഴ്ചകൾ കണ്ടുമിരിക്കെ എയർ ഇന്ത്യയുടെ വഡോദരയിലേക്കുള്ള ഫ്ലൈറ്റിലേക്ക് ബോർഡിംഗ് തുടങ്ങിയതായി അറിയിപ്പെത്തി. 45-ാം ഗേറ്റിലെ ക്യൂവിന്റെ ഭാഗമായി ഞാനും അവിടെ നിന്നും പുറത്തിറങ്ങി ബസ്സിലേക്ക് ചെന്നു കയറി. ഈ ബസ്സിലാണ് വിമാനത്തിനടുത്തേക്ക് പോകേണ്ടത്. ഡിസംബർ മാസത്തിന്റെ അവസാന നാളുകളിലാണ് എന്റെ യാത്ര. എങ്കിലും ഇപ്പോൾ മുംബൈയിൽ വലിയ തണുപ്പൊന്നുമില്ല. ഇതൊരു കണക്ഷൻ ഫ്ലൈറ്റാണ്. എയർ ഇന്ത്യ വിമാനത്തിൽ തന്നെയാണ് ഞാൻ കൊച്ചിയിൽ നിന്നും വന്നത്. പണ്ടൊക്കെ എനിക്ക് എയർ ഇന്ത്യ വിമാനത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ചെറിയ പേടിയുണ്ടായിരുന്നു. അപകടമുണ്ടാകുമെന്ന ഭയമല്ല. വിമാനം എപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യപ്പെടാം എന്നതായിരുന്നു മുമ്പത്തെ സ്ഥിതി. നേരം 6:15. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വഡോദര എയർപോർട്ടിലാണ്. മുംബൈയിൽ നിന്ന് 1 മണിക്കൂറിന്റെ യാത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ദൃശ്യങ്ങൾ കാണിക്കാതിരുന്നതാണ്. ഗുജറാത്തിലെ ഒരു പ്രധാനപ്പെട്ട പട്ടണമാണ് വഡോദര. ബറോഡ എന്ന് പണ്ടറിയപ്പെട്ടിരുന്ന പ്രമുഖ നഗരം. എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് നടന്നു. 6 മണി കഴിഞ്ഞെങ്കിലും പുറത്ത് നല്ല തണുപ്പും ഇരുട്ടുമാണ്. മിക്കവരും തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞാണ് നിൽക്കുന്നത്. ഒരു ടാക്സി അന്വേഷിക്കുകയാണ് ഞാൻ.
ഇവിടെ ഒരാളുണ്ട്. ആകാശ് എന്നാണ് പേര്. ടാക്സി ഡ്രൈവറാണ്. ആകാശിന്റെ ടാക്സിയിൽ പോകാമെന്ന് തീരുമാനിച്ചു. വഡോദരയിൽ നിന്നും 100 കിലോമീറ്റർ അകലെയുള്ള സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണുകയാണ് ഇന്ന് എന്റെ ആദ്യ ലക്ഷ്യം. സാമാന്യം വലിയ എയർപോർട്ടാണ് വഡോദര എയർപോർട്ട്. ആകാശിന്റെ കാർ ഇവിടെ കിടപ്പുണ്ട്. അദ്ദേഹം കാറിൽ കയറിക്കൊള്ളാൻ പറഞ്ഞു. ഒരു എർട്ടിഗ കാറാണ്. ഇന്നോവയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. എർട്ടിഗയാണെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ കാണാനാണ് ഞാൻ പോകുന്നത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പ്രതിമ. അത് കണ്ട ശേഷം വഡോദരയിലും പരിസരത്തുമുള്ള കുറെ കാഴ്ചകളിലേക്ക് കൂടി പോകണം. തുടർന്ന് അടുത്ത ദിവസം സൂറത്ത് സന്ദർശിക്കണം. ഇങ്ങനെ ഗുജറാത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലൂടെയും മഹാരാഷ്ട്രയുടെ വടക്കൻ ഭാഗങ്ങളിലൂടെയും എല്ലാമുള്ള സഞ്ചാരമാണ് ഇത്തവണത്തെ ലക്ഷ്യം. നേരം പുലർന്നു വരുന്നു. ബസ്സുകളും ടാങ്കർ ലോറികളും മറ്റും സർവീസ് തുടങ്ങിക്കഴിഞ്ഞു. നഗരത്തിന്റെ പ്രാന്തഭാഗങ്ങൾ ഉണരുകയാണ്. തട്ടുകടകളും ചെറിയ ചായക്കടകളുമൊക്കെ സജീവമാകുന്നു. ഓട്ടോറിക്ഷകൾ നിരത്തുകളിൽ എത്തിത്തുടങ്ങി. തെരുവ് സജീവമായി തുടങ്ങുന്ന നേരം. പ്രശാന്ത സുന്ദരമായ സമയമാണ്. ഗുജറാത്തിന്റെ തെക്കുകിഴക്ക് ദിശയിലേക്കാണ് ഇപ്പോൾ യാത്ര. ചക്രവാളത്തിൽ പ്രഭാത സൂര്യന്റെ ചുവപ്പ് രാശി. ഇത് ബറോഡയുടെ പ്രാന്തപ്രദേശമാണ്. വിശാലമായ നല്ല പാത. പുലർച്ചെയായതിനാൽ പാതയിൽ തിരക്ക് തുടങ്ങിയിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസന കാര്യത്തിൽ ഗുജറാത്ത് വളരെ മുന്നിലാണെന്നതാണ് ഒരു പ്രധാന കാര്യം. നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും പിന്നീട് പ്രധാനമന്ത്രിയായപ്പോഴും ഗുജറാത്തിന് ഭാഗ്യകാലമായിരുന്നു. ഇവിടുത്തെ സാധാരണക്കാരുടെയും അടിസ്ഥാന വിഭാഗങ്ങളുടെയും ജീവിതാവസ്ഥയുടെ കാര്യമല്ല പറയുന്നത്. നഗരങ്ങളുടെ വളർച്ചയിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിലും വലിയ മുന്നേറ്റമാണ് ഈ സംസ്ഥാനം നടത്തിയിരിക്കുന്നത്. 6 വരി പാതയാണെങ്കിലും ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എപ്പോഴും ഒരു ചരക്ക് ലോറി നമ്മുടെ മുന്നിൽ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ടുണ്ടാകും. ഹൈവേയിലെ ഏതു ട്രാക്കിലും ഇതാണ് അവസ്ഥ. ഈ അവസ്ഥയ്ക്കൊരു മാറ്റം നമ്മുടെ രാജ്യത്ത് മുഴുവൻ ഉണ്ടാകേണ്ടതുണ്ട്. ഈ സഞ്ചാരം തുടങ്ങിയപ്പോൾ ഇന്ത്യയിലെ കാഴ്ചകളെ വിമർശിക്കരുതെന്ന് തീരുമാനിച്ചിരുന്നെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. 6 വരിയുള്ള ഹൈവേയിൽ നിന്ന് കാർ ഒരു 4 വരി പാതയിലേക്ക് തിരിഞ്ഞു. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുള്ള ഏക്താ നഗറിലേക്ക് നീണ്ടുകിടക്കുന്ന പാതയാണിത്. സൂര്യൻ ഉദിച്ചുയർന്നു കഴിഞ്ഞു. കുറച്ചു കഴിയുമ്പോഴേക്കും ഗ്രാമങ്ങളുടെ കാഴ്ചയിലേക്ക് എത്തുകയായി. ഗ്രാമങ്ങൾക്കൊന്നും യാതൊരു പകിട്ടുമില്ല. കേരളത്തിലെ ഗ്രാമങ്ങളുടെ 10-1 പോലും വളർച്ച ഗുജറാത്തിലെ ഗ്രാമങ്ങൾ കൈവരിച്ചിട്ടുമില്ല. ഗ്രാമത്തിന് നടുവിൽ ചെറിയൊരു ക്ഷേത്രമുണ്ടാകും. ചെറിയ ചില സ്ഥാപനങ്ങളൊക്കെ ഇടയ്ക്ക് കണ്ടെങ്കിലായി. കൊച്ചു വീടുകളും കുടിലുകളും. ഗ്രാമീണ വീടുകൾ മിക്കതും ഓടിട്ടതോ തകരം മേഞ്ഞതോ ആണ്. വളരെ ദരിദ്രാവസ്ഥയിലുള്ള കുടിലുകളുമുണ്ടാകും. അതിസാധാരണക്കാരായ ആളുകൾ വസിക്കുന്ന ഗ്രാമങ്ങൾ. ഇപ്പോൾ കാർ ഒരു പാലത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഓർസാങ് നദിയെ ക്രോസ് ചെയ്യുകയാണ്. ഓർസാങ് നദി കടന്ന് യാത്ര തുടർന്നു. പാതയുടെ ഇരുവശത്തും ഗ്രാമക്കാഴ്ചകൾ തന്നെയാണ്. ഇവിടെ ഗ്രാമങ്ങളും പട്ടണങ്ങളും തമ്മിൽ വലിയ അന്തരമാണ്. പശുവിനെയും എരുമയെയും വളർത്തി അതിന്റെ പാൽ വിറ്റും ചാണകവർളി ഉണ്ടാക്കിയും ജീവിക്കുന്ന അനേകം ഗ്രാമീണരുണ്ട് ഗുജറാത്തിന്റെ ഈ ഭാഗങ്ങളിലെല്ലാം. എന്നാൽ പട്ടണങ്ങളുടെ കാര്യം അതല്ല. കേരളത്തിലെ പട്ടണങ്ങളുടെ പല മടങ്ങ് വികസിതമാണ് ഗുജറാത്തിലെ ഓരോ പട്ടണവും. നമ്മുടെ ഗ്രാമങ്ങൾ സാമാന്യം ഭേദപ്പെട്ടതാണെങ്കിൽ പട്ടണങ്ങളുടെ സ്ഥിതി അങ്ങനെയല്ല. ഗുജറാത്തിൽ കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഗ്രാമങ്ങളെ കേരളീയ ഗ്രാമങ്ങളുമായി താരതമ്യം ചെയ്താൽ ശരിയാവില്ല. ഇവിടെ നിന്നും കാർ ഏക്താ നഗറിലേക്ക് തിരിയുകയാണ്. ഇവിടെ ഒരു ബോർഡുണ്ട്. സർദാർ സരോവർ ഡാമെന്നും വെൽക്കം ടു വേൾഡ്സ് ടോളസ്റ്റ് എന്നും അതിൽ എഴുതിയിരിക്കുന്നു. ലോകത്തിൽ ഏറ്റവും ഉയരമുള്ള പ്രതിമ കാണുന്നതിനു വേണ്ടി ആളുകളെ സ്വാഗതം ചെയ്യുന്ന ബോർഡ്. ഇവിടെ മുതൽ അങ്ങോട്ട് ഏക്താ നഗർ പ്രദേശങ്ങളാണ്. അടുത്ത കാലത്ത് വികസിച്ച ഒരു പ്രദേശമാണ് ഏക്താ നഗർ. കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിലായിരുന്നു വലിയ വളർച്ച. അതിനു മുൻപ് കോവാഡിയ എന്നറിയപ്പെട്ടിരുന്ന ഒരു ചെറിയ ഗ്രാമമായിരുന്നു അവിടം. അതാണ് ഇപ്പോൾ ഏക്താ നഗർ ആയിരിക്കുന്നത്. ഏതാണ്ട് 8 വർഷം മുൻപ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടം ഒരു നഗരമാകുന്നതിന്റെ സൂചന പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ സ്റ്റാച്യു ഓഫ് യൂണിറ്റി നിർമ്മിക്കുകയും അത് വലിയ പ്രാധാന്യം നേടുകയും ചെയ്തതോടെ ഇവിടം പെട്ടെന്ന് വളരുകയായിരുന്നു.
ഇക്കാണുന്നത് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ്. മോസ്റ്റ് മോഡേൺ ആയ ഏക്താ നഗർ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ ഇന്ത്യക്കാരായ ടൂറിസ്റ്റുകളാണ് വരുന്നതെങ്കിൽ ഭാവിയിൽ വിദേശ ടൂറിസ്റ്റുകളെ ധാരാളമായി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നിരവധി റെസ്റ്റോറന്റുകളും ചെറുകിട ഹോട്ടലുകളും 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകളും അപ്പാർട്ട്മെന്റുകളുമെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞു. കാർ ഇപ്പോൾ വലിയൊരു ബസ് സ്റ്റേഷൻ പോലുള്ളിടത്തേക്ക് എത്തുകയാണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ എത്തുന്നവർക്ക് വേണ്ടിയുള്ളവയാണ് തലങ്ങും വിലങ്ങും കിടക്കുന്ന ഈ ബസ്സുകളെല്ലാം. ആ പ്രതിമയുടെ അടുത്തേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകൾ. വണ്ടി പാർക്കിങ്ങിൽ കൊണ്ടുപോയി നിർത്തി ഞങ്ങൾ ഇറങ്ങി. നല്ല തണുപ്പുണ്ട്, സുഖകരമായ കാലാവസ്ഥ. ആകാശ് കൂടെ വരുന്നില്ല. താൻ ഇവിടെ കാത്തിരുന്നോളാമെന്ന് അദ്ദേഹം പറഞ്ഞു. കാഴ്ചകളൊക്കെ കണ്ട് സൗകര്യം പോലെ വന്നാൽ മതി. നേരം 8:30 ആയിട്ടേ ഉള്ളൂ. ഇനി സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അടുത്തേക്ക് ഇവിടുത്തെ അംഗീകൃത വാഹനങ്ങളിൽ വേണം പോകാൻ. രാവിലെ തന്നെ കച്ചവടക്കാരികളെല്ലാം നിരന്നു കഴിഞ്ഞു. ഈ പ്രദേശത്തുള്ള ആളുകൾ ഇപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാനെത്തുന്ന ടൂറിസ്റ്റുകളെ ഉപജീവിച്ചാണ് കഴിയുന്നത്. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ഇത് പാർക്കിംഗ് ഏരിയയുടെ ഭാഗം തന്നെയായ ടോയ്ലറ്റ് കോംപ്ലക്സ് ആണ്. വിശ്രമ ഇടങ്ങളുമുണ്ട്. നല്ല നിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ. ഒരു ഭാഗത്ത് പിങ്ക് നിറമുള്ള ഓട്ടോകൾ നിരന്നു കിടക്കുന്നു. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അടുത്തേക്ക് ഇത്തരം പിങ്ക് ഓട്ടോകളിലും പോകാം. ഇലക്ട്രിക് ഓട്ടോകളാണിത്. സ്ത്രീകളാണ് ഡ്രൈവർമാർ. ഗ്രാമീണരായ സ്ത്രീകൾക്ക് തൊഴിൽ നൽകാനുള്ള ഒരു പദ്ധതി. ക്യൂവിന്റെ ഏറ്റവും മുന്നിൽ കിടക്കുന്നത് ഒരു പെൺകുട്ടിയുടെ ഓട്ടോയാണ്. കയറട്ടെ എന്ന് ചോദിച്ചു. അവൾ ഡോർ തുറന്നു തന്നു. പുതിയ ഓട്ടോയാണ്. ഇവിടെ പുരുഷന്മാർ ഓടിക്കുന്ന സാധാരണ ഓട്ടോകളുമുണ്ട്. സ്ത്രീകളുടേതാണ് പിങ്ക് ഓട്ടോകൾ. രൂപൽ എന്നാണ് ഇവളുടെ പേര്. നല്ല എളിമയും മര്യാദയുമുള്ള ഓട്ടോക്കാരികൾ. അടുത്ത കാലത്ത് രൂപപ്പെടുത്തിയ ഒരു മോഡേൺ ടൂറിസം മേഖലയിലേക്കാണ് കടക്കുന്നത്. വഴിയരികിൽ ചെറിയ ക്ഷേത്രങ്ങളും വിഗ്രഹപ്രതിഷ്ഠകളുമൊക്കെയുണ്ട്. മിക്കയിടത്തും നരേന്ദ്രമോദിയെ പ്രകീർത്തിക്കുന്ന ബോർഡുകളും കാണാം. അങ്ങകലെ നർമ്മദാ നദി. അതിലൂടെ ക്രൂസ് നടത്താനുള്ള സൗകര്യം വരെ ഇപ്പോൾ ഇവിടെയുണ്ട്. അനേകം ടൂറിസം ആക്ടിവിറ്റികൾ. ഏക്താ ക്രൂസ്, ടെന്റ് സിറ്റി, വാലി ഫ്ലവേഴ്സ് എന്നിവയൊക്കെ ഇവിടുത്തെ ആകർഷണങ്ങളാണ്. സർദാർ സരോവർ ഡാം കാണുകയുമാകാം. രൂപൽ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഏക്താ നഗറിൽ മാത്രമാണ് രൂപലിന്റെ ഓട്ടോ സർവീസ്. ടൂറിസ്റ്റുകളുമായി മിനി ബസ്സുകൾ ഞങ്ങളെ കടന്നുപോയി തുടങ്ങി. 2 മണിക്കൂർ ഇടവിട്ട് ഓരോ ബാച്ചായിട്ടാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കുക. രാവിലെ 8 മണിക്ക് തുടങ്ങുന്ന പ്രവേശനം അവസാനിക്കുക രാത്രി 8 മണിക്കാണ്. ഈ സമയങ്ങളിൽ പ്രതിമയുടെ ഉള്ളിലൂടെ മുകൾ തട്ട് വരെ പോകാനാകും. ഞാൻ എടുത്തിരിക്കുന്നത് 10 മുതൽ 12 വരെയുള്ള സമയത്തെ ബാച്ചിനുള്ള ടിക്കറ്റാണ്. ഇപ്പോൾ സമയം 8:30 കഴിഞ്ഞിട്ടേയുള്ളൂ. അങ്ങനെ ചെല്ലുമ്പോൾ അങ്ങകലെ മല പോലെ ഒരു നിഴൽ രൂപം ഉയർന്നു നിൽക്കുന്നത് കാണാം. അത്ഭുതപ്പെടുത്തുന്ന ഒരു രൂപം. അതാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ. ഒരു അത്ഭുത നിർമ്മിതി തന്നെയാണത്. അതിങ്ങനെ കാണുമ്പോൾ ഏതൊരു ഇന്ത്യക്കാരന്റെ ഉള്ളിലും ആവേശം ജനിക്കും. പ്രതിമ സ്ഥാപിച്ചതിനെ പലരും വിമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും ഒരു യാഥാർത്ഥ്യമുണ്ട്. മഹാനിർമ്മിതികൾ തന്നെയാണ് ലോകത്തിനു മുന്നിൽ ഒരു രാജ്യത്തിന്റെ അടയാളങ്ങളായി അവശേഷിക്കുന്നത്. ലോകത്തിന്റെ ദൃശ്യശേഖരത്തിലേക്ക് ഇന്ത്യയെ പ്രതിനിധീകരിച്ചു ചെല്ലുന്നതും ഇതൊക്കെയാവും. അതിങ്ങനെ കാണുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം. ഇതേ ഉയരത്തിലുള്ള ഒരു പ്രതിമ ലോകത്ത് മറ്റൊന്നില്ല. ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമകളിൽ 2ാം സ്ഥാനം ചൈനയിലെ സ്പ്രിംഗ് ടെമ്പിൾ ബുദ്ധ പ്രതിമയ്ക്കാണ്. അതിനേക്കാൾ 50 മീറ്ററിന്റെ ഉയരക്കൂടുതലുണ്ട് ഈ പട്ടേൽ പ്രതിമയ്ക്ക്. പക്ഷേ ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് ഇപ്പോഴും ഈ പ്രതിമ എത്തിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഈ വഴി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് പ്രതിമയുടെ പിൻഭാഗമാണ്. അതിനെ ഒന്ന് ചുറ്റിയാണ് മുൻഭാഗത്തേക്ക് എത്തേണ്ടത്. വലിയൊരു കെട്ടിടമാകുന്ന പീഠത്തിൽ നിൽക്കുകയാണ് പ്രതിമ. ആ കെട്ടിടത്തിൽ മ്യൂസിയവും മറ്റുമാണ് പ്രവർത്തിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് നേതൃത്വം നൽകിയ സർദാർ വല്ലഭായ് പട്ടേലിന് ഉചിതമായ ഒരു സ്മാരകം നിർമ്മിക്കുമെന്നുള്ള പ്രഖ്യാപനം 2010-ലാണ് ഉണ്ടായത്.
തുടർന്ന് അതിന്റെ നിർമ്മാണ ചുമതല ലാസൻ ആൻഡ് ടോബ്രോ കമ്പനിയെ ഏൽപ്പിച്ചു. അവർ സമയബന്ധിതമായി തന്നെ പണികൾ പൂർത്തിയാക്കുകയും ചെയ്തു. പട്ടേൽ പ്രതിമയുടെ പരിസരത്ത് വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ പ്രവേശിക്കുന്നതിനുള്ള ടിക്കറ്റ് ഓൺലൈനായാണ് എടുക്കേണ്ടത്. പ്രതിമയിൽ പ്രവേശിക്കാനെത്തുന്നവർക്ക് ക്യൂ നിൽക്കാനുള്ള പന്തലുകളും മറ്റുമാണ് ഇക്കാണുന്നത്. അതിവിപുലമായ ഒരു കോംപ്ലക്സ്. ഇതാണ് സ്റ്റാച്യുവിലേക്കുള്ള എൻട്രൻസ്. ആളുകൾ അവിടെ ക്യൂ നിൽക്കുന്നത് കാണാം. പക്ഷേ അവിടെ മിങ്ങി പിന്നിടുമ്പോൾ ഇപ്പറഞ്ഞ ആധുനികതയുടെ ഒരു ഛായയുമില്ലാത്ത ഗ്രാമങ്ങളാണ് കാണുന്നത്. ശരിക്കും ഈ പ്രദേശം ഈ വിധം വികസിപ്പിച്ച നേരത്ത് ഇവിടെയുള്ള ഗ്രാമീണരെ പുനരധിവസിപ്പിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ വലിയൊരു പാർക്കിംഗ് കോംപ്ലക്സ് ഒരു ഭാഗത്ത് കാണാം. കുറച്ചുകൂടി ചെല്ലുമ്പോൾ വാലി ഓഫ് ഫ്ലവേഴ്സ് എന്നൊരു ഭാഗത്തേക്കെത്തുന്നു. അതൊക്കെ പിന്നിട്ട് യാത്ര തുടരുകയാണ്. എത്ര നാളായി ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട് എന്ന് ഞാൻ രൂപലിനോട് ചോദിച്ചു. ഇവൾക്ക് ഓട്ടോ കിട്ടിയിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. സർദാർ സരോവർ പദ്ധതിയിൽ നിന്നും വൈദ്യുതി കൊണ്ടുപോകുന്ന ലൈനിലെ വലിയൊരു ടവറിന് ചുവട്ടിൽ ഓട്ടോ നിന്നു. കോവിഡ് കാലത്തെ മുന്നറിയിപ്പ് ബോർഡുകൾ അങ്ങിങ്ങ് കാണാം. ഡാമിനെ ഏറ്റവും അടുത്ത് കാണാൻ കഴിയുന്ന വ്യൂ പോയിന്റ് ഇവിടമാണ്. ഡാമിൽ കയറി കാണാമെന്നായിരുന്നു ഇവിടേക്ക് വരുമ്പോഴുള്ള എന്റെ പ്രതീക്ഷ. പക്ഷേ അങ്ങോട്ട് ആരെയും കടത്തുന്നില്ല. ഇതാണ് വ്യൂ പോയിന്റ്. ഇവിടെ നിൽക്കുമ്പോൾ മഹാത്ഭുതമായ ആ നിർമ്മിതി ശരിക്കും കാണാം. സർദാർ സരോവർ ഡാം. വർഷങ്ങൾക്ക് മുൻപ് ഞാനിവിടെ വന്ന് ഡാം ഷൂട്ട് ചെയ്തിരുന്നതാണ്. പക്ഷേ അന്ന് ഡാമിന്റെ ഇക്കാണുന്ന മുകൾ ഭാഗമോ ഷട്ടറുകളോ ഒന്നും പടതിരുന്നില്ല. ഡാമിന് മുകളിൽ കൂടി വെള്ളം കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നതായിരുന്നു അന്ന് കാഴ്ച. വലിയ ചരിത്രമുണ്ട് സർദാർ സരോവർ ഡാമിന്. ഒട്ടേറെ പ്രതിഷേധങ്ങൾ കണ്ട ഒരു പ്രോജക്റ്റാണിത്. ഇപ്പോൾ പ്രതിഷേധമൊക്കെ കുറഞ്ഞിരിക്കുന്നു. വൈദ്യുതി ഉൽപാദനത്തിന്റെയും ജലസേചനത്തിന്റെയും പേരിൽ രാജ്യത്തിന് വലിയൊരു മുതൽക്കൂട്ടായി മാറിയിരിക്കുകയാണ് സർദാർ സരോവർ ഡാം. പ്രകൃതിയും മനുഷ്യജീവിതവുമുണ്ട് എന്നത് ശരി തന്നെ. അതിനെയെല്ലാം പരിഗണിക്കുമ്പോൾ തന്നെ ഇത്തരം വികസനങ്ങൾ വന്നുകഴിഞ്ഞാൽ നാടിനുണ്ടാകുന്ന നേട്ടം കൂടി മനസ്സിലാക്കണം. 1450 മെഗാവാട്ട് വൈദ്യുതിയാണ് ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നത്. ഇക്കാണുന്നതാണ് ഡാമിന്റെ പ്രധാന പവർ ഹൗസ്. 2 പവർ ഹൗസുകളിലായാണ് ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പബ്ലിക് ടോയ്ലറ്റ് കോംപ്ലക്സ് ആണിത്. ഇത്തരത്തിലുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ആസൂത്രിതമായി ഒരുക്കിയ സംവിധാനങ്ങൾ. പക്ഷേ മെയിൻ്റനൻസ് കുറച്ചുകൂടി കാര്യക്ഷമമാക്കണമെന്ന് തോന്നുന്നു. ഡ്രോൺ പറത്താൻ പാടില്ലാത്ത മേഖലയാണിത്. ഡാമിന്റെ കാഴ്ച കണ്ട് ഞാൻ ഇറങ്ങിച്ചെല്ലുമ്പോഴേക്കും രൂപൽ ഓട്ടോയുമായി എത്തി. ഇവൾക്കിപ്പോഴും നാണം മാറിയിട്ടില്ല. 18ഓ 20ഓ വയസ്സേയുള്ളൂ. ഇവളെപ്പോലെ എത്രയോ സ്ത്രീകൾ ഇവിടെ ടൂറിസത്തെ ഉപജീവിച്ചു കഴിയുന്നുണ്ട്. പട്ടേൽ പ്രതിമ വന്നതോടെ ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിലായി. ഇപ്പോൾ മറ്റൊരു പാർക്കിംഗിലേക്ക് എത്തിയിരിക്കുന്നു. വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന കാഴ്ചയിലേക്ക് പോകുന്നതിന് എത്തുന്നവർക്ക് വേണ്ടിയുള്ള പാർക്കിംഗ് ആണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ടൂറിസത്തിന്റെ ഭാഗമായി സർവീസ് നടത്തുന്ന ബസ്സുകളാണ് ഇവിടെ കൂടുതലായും പാർക്ക് ചെയ്യാറുള്ളത്. പുറത്തുനിന്ന് വരുന്നവരുടെ വാഹനങ്ങൾ നിർത്തിയിടാനുള്ള ഇടമല്ല. ഇതാണ് വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക് പോകേണ്ട സ്ഥലം. ഇവിടെ യൂണിറ്റി ഗ്ലോ ഗാർഡൻ എന്നൊരു സ്ഥലമുണ്ട്. ഇതൊക്കെ രാത്രിയിലാണ് കാണാൻ ഏറെ ഭംഗിയുണ്ടാവുക. നേരത്തെ ഇവിടേക്ക് വരുമ്പോൾ ഡ്രൈവർ ആകാശ് തന്നെ അക്കാര്യം പറഞ്ഞിരുന്നു. രാത്രി 9 മണിവരെയും ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും മറ്റുമായി ഏറെ സജീവമായിരിക്കും ഇവിടം. വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് കേട്ടപ്പോൾ വലിയൊരു ഉദ്യാനമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ ഉദ്യാനം അത്ര ഗംഭീരമാണെന്ന് പറയാനാവില്ല. നല്ല രീതിയിൽ ഇത് പരിപാലിക്കപ്പെടുന്നില്ലെന്നും എനിക്ക് തോന്നി. നാട്ടുകാരായ തൊഴിലാളികൾക്കാണ് ഇതിന്റെ എല്ലാം പരിപാലന ചുമതല. അവർക്ക് തൊഴിൽ കൊടുക്കുന്നതിന്റെ ഭാഗമായി പരിശീലനം നൽകി ഓരോ ജോലികൾക്ക് നിയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ ഗാർഡനിംഗ് വിദഗ്ധർ ഇതിൽ അധികം ഇടപെടുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. എങ്കിലും ഇന്ത്യയുടെ ടൂറിസം രംഗത്ത് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയും പരിസരങ്ങളും. പണ്ട് ഞാൻ വന്നപ്പോൾ ഈ ഭാഗമെല്ലാം വെറും പാറക്കെട്ടായി കിടന്നിരുന്നത് ഓർക്കുന്നു. അവിടമെല്ലാം ഇപ്പോൾ നല്ല പച്ചപ്പുള്ള സ്ഥലമായി മാറ്റിയിരിക്കുന്നു. അതൊരു നേട്ടം തന്നെയാണ്. എന്നാൽ ലോക നിലവാരത്തിലുള്ള ഉദ്യാനമാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നു തന്നെയാണ് ഉത്തരം. എങ്കിലും ഇത് നല്ലൊരു തുടക്കം തന്നെയാണെന്ന് കരുതാം. വാലി ഓഫ് ഫ്ലവേഴ്സ് എന്നാണ് പേരെങ്കിലും പൂക്കൾ കാണണമെങ്കിൽ വളരെ ശ്രദ്ധിച്ചു നോക്കണം.
യൂറോപ്പിലും മറ്റും കാണുന്നത് പോലെയുള്ള ഫ്ലവർ ബെഡുകളൊന്നും ഇവിടെയില്ല. ചെടികൾ സ്വാഭാവികതയിൽ അങ്ങനെ പൂത്തു നിൽക്കുന്നു. ഇവിടെ വേറൊരു ആകർഷണമുണ്ട്. ഒരു നീളൻ പ്ലാറ്റ്ഫോം പണിതിട്ടിരിക്കുന്നു. അതിനു മുകളിൽ ആളുകൾക്ക് കയറി നിൽക്കാം. ഇതിനു മുകളിൽ കയറിയാൽ നർമ്മദാ നദിയുടെ വളരെ അടുത്താണെത്തുന്നത്. ഡാം വന്നപ്പോഴേക്കും നദിയിൽ ജലത്തിന്റെ അളവ് നന്നേ കുറഞ്ഞു പോയിരിക്കുന്നു. ഡാം തുറന്നുവിടുന്ന സമയത്ത് നദി സമൃദ്ധമായി ഒഴുകുകയും ചെയ്യും. ഏറ്റവും പ്രധാനം പട്ടേൽ പ്രതിമയുടെ മുന്നിൽ നിന്നുള്ള കാഴ്ച ലഭിക്കുന്ന പ്രധാന പോയിന്റ് ഇതാണെന്നതാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അത് വളരെ ചെറിയൊരു പ്രതിമയാണ്. പക്ഷേ അതിന്റെ ഉയരം എത്രയാണെന്ന് സങ്കല്പിക്കാൻ പോലും ആവില്ല. ഏതാണ്ട് 80 നില കെട്ടിടത്തിന്റെ ഉയരമാണ് അതിനുള്ളത്. ആ മഹാനിർമ്മിതിയുടെ കാഴ്ചകളിൽ മുഴുകി ഞാൻ നിന്നു.